നെക്സ്റ്റ് വരുന്നത് ഡോട്ട്സ് ആണ്. ഡോട്ട്സ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പ്രഷറിങ് കൊടുക്കുക, കോണിൽ പ്രഷറിങ് കൊടുക്കുക. അപ്പോൾ ഒരു മുത്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു മെത്തേഡ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ടച്ച് ചെയ്യുക, എന്നിട്ട് പ്രഷറിങ് കൊടുക്കുക. നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പ്രഷറിങ് കൊടുക്കുക. കണ്ടോ, ഒരേ സൈസ് കിട്ടി, കണ്ടില്ലേ? ജസ്റ്റ് ടച്ച് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പ്രഷറിങ് കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ ഡോട്ട് ചെയ്യാൻ. നമ്മളിങ്ങനെ കറക്കി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് പ്രഷറിങ് ചെയ്യാം. ഇനി നമുക്ക് ചെറിയ ഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രഷറിങ് കൊടുത്താൽ മതി. കണ്ടോ, നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രഷറിങ് ചെയ്യുമ്പോൾ എത്ര വലുപ്പത്തിൽ വേണം അതിനനുസരിച്ചിട്ട് പ്രഷറിങ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു മുത്ത് നിൽക്കുന്ന പോലെ നിൽക്കും. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് വലുത് കൊടുത്തു, അതിലും ചെറുത് കൊടുത്തു, അങ്ങനെ ഇങ്ങനെയും നമുക്ക് പ്രഷറിങ് അനുസരിച്ചിട്ട് ചെറുതാക്കിയിട്ടും കൊണ്ടുവരാം. ഡോട്ട്സിൽ തന്നെ നമ്മൾ ലൈനിൻ്റെ മുകളിൽ ഡോട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കാം. നമ്മൾ ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പൊക്കി പിടിച്ചിട്ട് തന്നെ ലൈൻ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതായി കാണുന്ന പോലെ ഒരേ ഗ്യാപ്പിൽ ഡോട്ട്സ് അപ്ലൈ ചെയ്യുക. ഡോട്ട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യുക, പ്രഷറിങ് കൊടുക്കുക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ കൊടുക്കുക. വലുതൊന്ന് കൊടുക്കുക, ചെറുത് കൊടുക്കുക, വീണ്ടും ചെറുത് കൊടുക്കുക, എന്നിട്ട് വലിയതൊരെണ്ണം കൊടുക്കുക. ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വേറൊരു മെത്തേഡ് കാണിക്കാം. ലൈൻ അപ്ലൈ ചെയ്യാം, എന്നിട്ട് തൊട്ട് മുകളിലായിട്ട് ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരേ ഗ്യാപ്പിൽ. തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ കൊടുത്തു. ഇനി അതേപോലെ തന്നെ ജസ്റ്റ് താഴെ ആയിട്ട് നമ്മളിതാ ഇങ്ങനെ അതേ സൈസിലുള്ള ഡോട്ട് തന്നെ കൊടുക്കുക. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് ലൈൻ അപ്ലൈ ചെയ്തിട്ട് ഡോട്ട്സ് ഒരേ ഗ്യാപ്പിൽ മുകളിലായിട്ടാണ് കേട്ടോ കൊടുത്തത്. അതിൻ്റെ തൊട്ട് താഴെയും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സർക്കിളാണ്. സർക്കിൾ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് സർക്കിൾ ഡ്രോ ചെയ്യാൻ വേണ്ടി പഠിക്കാൻ നീറ്റായിട്ട് സർക്കിൾ വരയ്ക്കണം എന്ന് മാത്രം. പ്രഷറിങ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. സർക്കിൾ വരയ്ക്കാൻ തീരെ കിട്ടാത്തവരാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കണ്ടോ, ഇതേപോലെ നമുക്ക് ചെറുത് വേണമെങ്കിൽ ചെറുത് ചെയ്യാം, വലുത് വേണമെങ്കിൽ വലുതും ചെയ്യാം. നമ്മൾ ആ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുമ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുക. സർക്കിളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കണ്ടോ, ഇതാണ് സർക്കിൾ. സർക്കിൾ വരയ്ക്കുമ്പം നമുക്ക് ടച്ച് ചെയ്തിട്ടും വരയ്ക്കാം, ടച്ച് ചെയ്യാതെയും വരയ്ക്കാം. നമ്മുടെ ഈസി ഏതാണ് അതേപോലെ ചെയ്യാം. പിന്നെ ടച്ച് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഡിസൈന് ചിലരൊക്കെ വരയ്ക്കുമ്പോൾ അതാകും. ഇങ്ങനെ വരരുത്. ഇതിങ്ങനെ അവിടെ മെഹന്തി വരാതെ വരുമ്പോൾ അത് തെറ്റാണ്, കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരേപോലെ ഇങ്ങനെ മെഹന്തി എല്ലായിടത്തും കിട്ടണം. അപ്പം അധികം ടച്ച് ചെയ്യരുത്. ഇങ്ങനെ വളച്ചൊക്കെ കൊണ്ടുവരുമ്പം കുറച്ചൊന്ന് കോണ് പൊക്കി കൊടുക്കുക. സർക്കിൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്പൈറലാണ്. സ്പൈറൽ ചെയ്യാൻ നമ്മൾ ആദ്യം സർക്കിൾ ചെയ്യണം.
സർക്കിൾ വരച്ചു കൊടുക്കുക. അത്യാവശ്യം വലിയൊരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക, ഒരു ജിലേബി പോലെ. എന്നിട്ടൊരു ഡോട്ടും കൊടുക്കുക. കണ്ടില്ലേ? ആദ്യം നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. നല്ല നീറ്റായിട്ട് എവിടെയും ടച്ച് ചെയ്യാതെ സ്ലോലി ചെയ്താൽ മതി. എന്നിട്ടൊരു ഡോട്ട് കൊടുക്കുക. ഇതാണ് സ്പൈറൽ. നമുക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതും ചെയ്യാം. കണ്ടോ? ഇതേപോലെ സ്പൈറൽ ചെയ്യുമ്പോൾ നമ്മൾ വലിയതാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വരച്ചിട്ട് ഒരുപാട് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ചെയ്യരുത്. ഇത് തെറ്റാണ്. കാരണം ഇത് കാണാൻ ഭംഗി